ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു വിഷയത്തിലും പങ്കുകാരില്ല. ലഹുൽ മുൽക്കു, പ്രപഞ്ചത്തിന്റെ ആധിപത്യം, ഉടമസ്ഥത, അധികാരം അല്ലാഹുവിനാകുന്നു. വലഹുൽ ഹംദു, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ആരെങ്കിലും ഇങ്ങനെ മൻ ഖാല ഹീന വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറത്തിൻ, ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ, ശ്രദ്ധിക്കുക, ഫീ യൗമിൻ മിഅത മറത്തിൻ, ഒരു ദിവസം 100 തവണ ഇങ്ങനെ പറഞ്ഞാൽ, ലഹു ആദില ആശിരി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. ഒരടിമയെ മോചിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, മൻ അഅതഖ റഖബതൻ മുസ്ലിമതൻ അഅതഖല്ലാഹു ബികുല്ലി ഉദ്വിൻ മിൻഹു ഉദ്വൻ മിനൻ നാർ ഹത്താ ഫർജഹു ബിഫർജിഹി. ആരെങ്കിലും ഒരടിമയെ മോചിപ്പിച്ചാൽ അള്ളാഹു ആ മോചിപ്പിച്ച ആളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ഹത്താ ഫർജഹു ബിഫർജിഹി എന്ന്. ആ അടിമയുടെ ലൈംഗികാവയവം വരെ ഒരു അടിമയെ മോചിപ്പിക്കുമ്പോൾ അതിന് തുല്യമായി അള്ളാഹു ഈ വ്യക്തിയെയും മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ മൊത്തം ശരീരത്തിൻ്റെ ഒരു പാർട്ട് പോലും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടില്ല. ഇത് രാവിലെ പറഞ്ഞാൽ കിട്ടും 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം, വൈകുന്നേരവും ഡെയിലി ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് പിന്നെ നരകത്തിൽ പോകാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? വകുതിബത് ലഹു മിഅതു ഹസന, 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 100 പുണ്യങ്ങൾ. ഒരു പുണ്യം ഇലാ അശ്രി അംസാലിഹ ഇലാ 700 ളഅഫിൻ ഇലാ ളഅഫിൻ കസീറ. ഈ ഓരോ പുണ്യവും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് 10ഉം 700 വരെ ഇരട്ടി പ്രതിഫലം അധികം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. തീർന്നില്ല, വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസി, വൈകുന്നേരം വരെ ആ ദിവസം പിശാചിൽ നിന്ന് അള്ളാഹു പ്രൊട്ടക്ഷൻ തരും.